ബംഗളൂരുവിൽ മതിലിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ച എറണാകുളം സ്വദേശികളായ സ്മിതയുടെയും ലതയുടെയും മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിക്കുക. അർച്ചന വിനോദ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നുണ്ട്. അർച്ചന, എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ? ആര്യ, ഏറെ ദുഃഖകരമായ സംഭവമാണ്. ആഘോഷത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഈ വിനോദയാത്രയ്ക്ക് പോയ ആളുകളാണ് അവരാണ് ഇത്തരത്തിൽ ഏറെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുകയും മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത്. സ്മിത, ലത എന്നീ രാമമംഗലം സ്വദേശികളാണ് മരിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ടുപേരുടെയും മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ നാട്ടിലേക്ക് എത്തിക്കും. ഏകദേശം പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ആംബുലൻസ് മാർഗം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. 11 മണി 12 മണിയോട് കൂടി മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കും. ആദ്യം രാമമംഗലം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പൊതുദർശനം വെക്കും. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക. എന്തായാലും വലിയ ദുഃഖകരമായ സംഭവം തന്നെയാണ്. ഒരു നാടിനെ സംബന്ധിച്ച് വലിയ സന്തോഷത്തോടെ പോയ ആളുകളാണ്. 65 സംഘം കുടുംബശ്രീയുടെ സംഘമാണ് യാത്ര തിരിച്ചത്. ഈ അമൃതം പൊടി യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ഈ സ്മിതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്നു. അവരാണ് വിടവാങ്ങിയത്. കുടുംബത്തെ സംബന്ധിച്ച് തീരാ ദുഃഖമാണ്. ലതയെ സംബന്ധിച്ചും അത്തരത്തിൽ തന്നെ. ഇതുകൂടാതെ 3 പേർക്ക്, ഈ രാമമംഗലത്തുള്ള 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഘത്തിലുള്ള ആളുകൾ തന്നെയാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ബാംഗ്ലൂരിൽ അതിശക്തമായ മഴ പെയ്യുകയും ഇത്തരത്തിൽ ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടാനായി ഇവർ മറ്റൊരു ഷീറ്റിലേക്ക് കയറി നിൽക്കുകയും രാജഗിരി റൗളിൽ ആശുപത്രിയുടെ മതിൽ കെട്ടിടം ഇടിഞ്ഞു വീഴുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ അപകടമുണ്ടാകുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 3 പേർ ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും രാമമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും. എന്തായാലും ഇതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണം? നമ്മൾ ഒരു 12 മണി ഇവിടെ എത്തും. ബോഡി രാവിലെ 2:15 പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടി. വളരെ പെട്ടെന്ന് തന്നെ അവിടെ കർണാടക ഗവൺമെൻറ് വേണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ബോഡി പോരാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ഇപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് ജസ്റ്റ് കടന്നു. അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ 12 മണിക്ക് മുമ്പ് എത്തേണ്ടതാണ് പോകുന്ന സമയം വെച്ചിട്ട്. എന്തായാലും 1 മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേരും. എത്തിച്ചേർന്നാൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പൊതുജനങ്ങൾക്ക് കാണാനുള്ള ഒരു സൗകര്യം. കാരണം വീട്ടിലേക്ക് എത്തിയാൽ ആളുകൾക്കെല്ലാം ചേർന്ന് കാണാനുള്ള അസൗകര്യങ്ങൾ കുറേ അധികം ഉള്ളതുകൊണ്ട് മാത്രമല്ല, പഞ്ചായത്തിൻ്റെ കുടുംബശ്രീയിൽ സജീവമായി കഴിഞ്ഞ 25 വർഷമായിട്ട് ന്യൂട്രിവിഷ് ഫുഡ് യൂണിറ്റ് തുടങ്ങി വെച്ച് നന്നായി കൊണ്ടുപോകുന്ന ഈ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളെയും അംഗൻവാടികൾക്ക് നന്നായി ഒരു സേവനം ചെയ്യുന്ന ഒരു നല്ല യൂണിറ്റ് 25 വർഷമായി രാമമംഗലത്ത് പ്രവർത്തിക്കുന്ന ആ യൂണിറ്റ്, അതിൻ്റെ പ്രവർത്തകർ എന്ന നിലയിൽ പഞ്ചായത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ആദരവ് ആയി. ഇവിടെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് ഇവിടെ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഒരു അരമണിക്കൂർ. എന്തായാലും നാടിനെ ആകെ ദുഃഖത്തിലാക്കുന്ന സംഭവമാണ്. അല്പസമയത്തിനുള്ളിൽ ഇവരുടെ മൃതദേഹം ജന്മനാട്ടിലെത്തിക്കും. നിരവധി ആളുകളാണ് അവരെ ഒരു നോക്ക് കാണാനായി നാട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നത്. തീർച്ചയായും എന്തായാലും ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത നമ്മളിലേക്ക് എത്തിയത്. അതായത് വിനോദയാത്രയ്ക്ക് പോയ ഒരു 62 അംഗ സംഘത്തിൽപ്പെട്ട അവരായിരുന്നു ഈ മരണത്തിന് കീഴടങ്ങിയത്. ഒപ്പം ഈ മഴയിൽ നിന്ന് രക്ഷ നേടാനായി കയറി നിന്നപ്പോഴായിരുന്നു ഇത്തരത്തിൽ മതിലിടിഞ്ഞ് വീണ് അപകടമുണ്ടായത്. എന്തായാലും പരിക്കേറ്റവരിൽ 5 പേരിൽ 3 പേർ അപകടനില തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. എറണാകുളം സ്വദേശികളായ 2 പേരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഉച്ചയോടെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അർച്ചനയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.